ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് മാരേജിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വന്ന് എല്ലാവരും ഒരു സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു മാതിരിയായിരുന്നു സത്യത്തിൽ പറയാം. എനിക്ക് അത്ര അങ്ങനെ റെഡി ആവേണ്ടത് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇന്നത്തെ ദിവസം വേറെ വഴിയില്ലല്ലോ, ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് വിദ്യ ചേച്ചിയായിരുന്നു ഫുള്ളും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. എന്നിട്ട് ആതിര വന്നിട്ട് ആതിരൻ്റെ വക എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ ചെയ്യാണ്. അങ്ങനെ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് റിലേറ്റീവ്സിനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 11 മണി 11:30 ആകുമ്പോൾ സമയത്ത് ഏട്ടൻ അവൻ്റെ വീട്ടുകാരും അവൻ്റെ റിലേറ്റീവ്സ് ചേച്ചി അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് അത്ര നേരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ കൂടി വന്നപ്പോൾ എല്ലാവരും ഞങ്ങൾ കണ്ടപ്പോൾ ഒരുമാതിരി ടെൻഷൻ, അത്ര നേരം ഇല്ലാത്തത് എനിക്കൊരുമാതിരി ടെൻഷനാവാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു വെച്ചു, എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ അത് എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെ വിചാരിക്കണം അതൊന്നും ആ സമയങ്ങളിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചേച്ചി പൂവയ്ക്കലൊരു ചടങ്ങുണ്ടായിരുന്നു, അപ്പോൾ അതും ചെയ്തു. പിന്നീട് എല്ലാവർക്കും വന്നവർക്കൊക്കെ ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്, അതായത് ഏതാ ഡേറ്റ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പണിക്കർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് അവർ ആ ഡേറ്റ് നമുക്ക് കിട്ടിയില്ല, പകരം വേറൊരു ഡേറ്റാണ് കിട്ടിയത്. ഡേറ്റ് കിട്ടിയതെന്ന് തന്നെ കിളി പറയുക അവസ്ഥയായിരുന്നു. പിന്നെ അതൊക്കെ പോട്ടെ എന്ന് വെച്ചിട്ട് വന്നവരെല്ലാവരും കൂടി നിന്ന് ഏട്ടൻ, ചേച്ചിമാർ, ഫ്രണ്ട്സ് എല്ലാവരും, പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. ഞങ്ങളവിടെ ഇരുന്ന് ഫുള്ള് ലെക്ചറിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ തുറന്ന് പിന്നെ നിർത്തില്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെ പോയി. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊരു ചർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ചേച്ചി ഇങ്ങനെ നിൽക്കുക, ചേച്ചി അങ്ങനെ നിൽക്കുക, ചേച്ചി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഇന്നത്തെ ഫോട്ടോഗ്രാഫി വർക്ക് വന്നിട്ട് സുജിക്കും ആദരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അവിടെ വന്നപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കൽ തിരക്കായിരുന്നു. അതിനുശേഷം തിരക്കൊന്ന് ഇതായപ്പോൾ നമ്മളും പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അതിനുശേഷം നമ്മൾ കഴിച്ച് കഴിഞ്ഞതും അവർ ഇറങ്ങാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവരുടെ കൂടെ വന്നവരെല്ലാവരും വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വീട്ടിൽ നമ്മുടെ ഏട്ടന്മാർ, കസിൻസ്, അതുപോലെ തന്നെ ഫാമിലിയിൽ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മു, രമ്യ അവരൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അവർക്ക് വിളമ്പി കൊടുക്കലാണ് ഗൈസ്. അടുത്ത രംഗം എന്ന് പറയുന്നത് ഒരു 1.5 കോമഡി, അത്രയും അടിപൊളിയായിരുന്നു സത്യത്തിൽ പറഞ്ഞാൽ ആ ഒരു 10 മിനിറ്റ്. അങ്ങനെ അച്ഛൻ, അമ്മ എല്ലാവരും ഫുഡ് കഴിച്ച ശേഷം ഏട്ടനൊരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുവന്നു. എൻ്റെ പൊന്നും, അത് പൊളിക്കലേ കണ്ടുള്ളൂ. അവിടെ അടിയും പിടിയും വലിയായി. അങ്ങനെ കുറേ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കിറ്റ്കാറ്റ് അതായിരുന്നു കുറേ ഉണ്ടായിരുന്നത്. എടുക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെ സത്യത്തിൽ പറയാം. നീയാ ചേച്ചി, ഞാനാ ചേച്ചി എന്നുള്ളൊരു അവസ്ഥ വരെ അവിടെ ഉണ്ടായി. അങ്ങനെ ആതിര ഫുള്ളും അൺബോക്സ് ചെയ്തത് ഞാൻ ജസ്റ്റ് ചെയ്തു. വന്നിട്ട് ആതിര അത് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തിട്ട് ഇവിടെ ഇരുന്ന് ഒരു 1.5 വീക്കലാണ് ഗൈസ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമ്മളും അവരും എല്ലാവരും സംതൃപ്തിയായി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.